നമസ്കാരം. പരീക്ഷണ പ്രവർത്തനത്തിന് വേണ്ടി പൂർണ്ണമായി ഒരുങ്ങിയിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം. കപ്പലിനെ സ്വീകരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറമുഖത്ത് എത്തും. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ദാ ഇപ്പോൾ സഫലമായിരിക്കുകയാണ്. തുറമുഖത്തിന്റെ ട്രയൽ ഓപ്പറേഷൻ 2024 ജൂലൈ 12-ന് ആരംഭിക്കുകയും ചെയ്യും. അത്യാധുനിക ഉപകരണങ്ങളും അത്യാധുനിക ഓട്ടോമേഷൻ IT സംവിധാനങ്ങളുമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമെന്ന സവിശേഷതയും വിഴിഞ്ഞം തുറമുഖത്തിനുണ്ട്. ഇത് കമ്മീഷൻ ചെയ്യപ്പെടുന്നത് 2024 സെപ്റ്റംബർ ഒക്ടോബർ കാലയളവിലായിരിക്കും. LDF സർക്കാർ പൊതു സ്വകാര്യ പങ്കാളിത്ത മോഡിൽ നടപ്പാക്കുന്ന സാമ്പത്തിക അടിസ്ഥാന സൗകര്യ പദ്ധതിയായ വിഴിഞ്ഞം കേരളത്തിലെ എക്കാലത്തെയും വലിയ സ്വകാര്യ മേഖലാ നിക്ഷേപമാണ് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. തുറമുഖം പൂർണ്ണതോതിൽ കമ്മീഷൻ ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പുകളോടെ ട്രയൽ ഓപ്പറേഷൻ ആരംഭിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ കണ്ടെയ്നർ കപ്പൽ 2024 ജൂലൈ 11-ന് വിഴിഞ്ഞത്ത് എത്തിച്ചേരുന്നതായിരിക്കും. ജൂലൈ 12-ന് നടക്കുന്ന ചടങ്ങിൽ സാൻ ഫെർണാണ്ടോ എന്ന കണ്ടെയ്നർ കപ്പൽ കേരള മുഖ്യമന്ത്രി സ്വീകരിക്കുകയും രാവിലെ 10-ന് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി ശ്രീ സർബാനന്ദ സോണോവാൾ പങ്കെടുക്കുകയും ചെയ്യും. കൂടാതെ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, വിശിഷ്ട വ്യക്തികൾ, ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ചടങ്ങിന് സാക്ഷികളാവാൻ ആയിരക്കണക്കിന് ജനങ്ങളായിരിക്കും വിഴിഞ്ഞത്ത് എത്തിച്ചേരാൻ പോകുന്നത്. ചൈനയിലെ സിയാമെൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട 8000 മുതൽ 900 TEU വരെ ശേഷിയുള്ള കപ്പലിൽ നിന്നുള്ള 2000 കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് ഇറക്കും. കപ്പലിനുള്ളിലെ 400 കണ്ടെയ്നർ നീക്കങ്ങൾക്കായി വിഴിഞ്ഞം തുറമുഖത്തെ സേവനവും കപ്പൽ പ്രയോജനപ്പെടുത്തുന്നതായിരിക്കും. ഇതിന്റെ തുടർച്ചയായി വാണിജ്യ കപ്പലുകളും കണ്ടെയ്നർ കപ്പലുകളും എത്തിച്ചേരും. അന്താരാഷ്ട്ര നിലവാരമുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്ന നിലയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വിഴിഞ്ഞത്ത് പൂർത്തീകരിച്ചിരിക്കുന്നത്. ജൂലൈ 12-ന് ആരംഭിക്കുന്ന ട്രയൽ ഓപ്പറേഷൻ 2 മുതൽ 3 മാസം വരെ തുടരുന്നതായിരിക്കും. ട്രയൽ ഓപ്പറേഷൻ സമയത്ത് തുറമുഖം വലിയ കപ്പലുകളുടെ പ്രവേശനത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യും. ട്രയൽ പ്രവർത്തനം തുടങ്ങി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഏകദേശം 400 മീറ്റർ നീളമുള്ള വലിയ കണ്ടെയ്നർ കപ്പൽ തുറമുഖത്തേക്ക് ആഗതനാകും. തുറമുഖത്തിന്റെ പൂർണ്ണ തോതിലുള്ള കമ്മീഷൻ സെപ്റ്റംബർ അഥവാ ഒക്ടോബർ മാസങ്ങളിൽ നടത്താനാകുമെന്നാണ് LDF സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ലോകത്തെ മുൻനിര ഷിപ്പിംഗ് കമ്പനികൾ ഇതിന് പിന്നാലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്ത് എത്തുകയും ചെയ്യും. വലിയ കപ്പലുകൾ തുറമുഖത്ത് കണ്ടെയ്നർ ഇറക്കിയ ശേഷം തുറമുഖം വിട്ടുപോവുകയും പിന്നീട് ചെറിയ കപ്പലുകൾ വിഴിഞ്ഞത്ത് എത്തി ഈ കണ്ടെയ്നറുകൾ വിദേശത്തേക്കും രാജ്യത്തിന്റെ വിവിധ തുറമുഖങ്ങളിലേക്കും കൊണ്ടുപോകുന്നതുമായിരിക്കും. ഇത് സംഭവിച്ചു തുടങ്ങുന്നതോടുകൂടി വിഴിഞ്ഞം തുറമുഖത്ത് ട്രാൻസ്ഷിപ്മെന്റ് പൂർണ്ണതോതിൽ നടക്കും. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ തുറമുഖമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമായും ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു തുറമുഖം കൂടിയാണ്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ പ്രവർത്തനത്തിന് ഉയർന്ന കൃത്യതയും പ്രവർത്തന മാനദണ്ഡങ്ങളും ആവശ്യമായ ഒരു കാര്യമാണ്. ആവശ്യമായ പരിശോധനകൾ പൂർത്തിയാക്കിയതിനും ആവശ്യമുള്ള പ്രധാനപ്പെട്ട പ്രവർത്തന വൈദഗ്ധ്യം തെളിയിക്കുന്നതിനും ഡമ്മി കണ്ടെയ്നറുകൾ ഘടിപ്പിച്ച ബാർജുകൾ മാത്രം മതിയാകുകയില്ല. യഥാർത്ഥ കണ്ടെയ്നറുകൾ വിന്യസിക്കുന്ന ട്രയൽ റൺ നടത്തി അത് വിജയിക്കുകയും കൂടി ചെയ്യണം. ആ പ്രവർത്തനമാണ് ബെർത്തിന്റെ ആദ്യ 600 മീറ്ററിൽ ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ എവിടെ വരെയായി എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2960 മീറ്റർ ബ്രേക്ക് വാട്ടർ പൂർത്തിയാക്കിയിട്ടുണ്ട്. സംരക്ഷണ ഭിത്തിയുടെ അടക്കമുള്ള നിർമ്മാണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. 800 മീറ്റർ കണ്ടെയ്നർ ബെർത്ത് ഇപ്പോൾ പൂർത്തിയായി. 600 മീറ്റർ കണ്ടെയ്നർ ബെർത്ത് പ്രവർത്തനത്തിന് ഇപ്പോൾ തയ്യാറായി നിൽക്കുകയുമാണ്. 1700 മീറ്ററിൽ 600 മീറ്റർ പോർട്ട് അപ്രോച്ച് റോഡ് കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഇനിയിപ്പോൾ റോഡ് കണക്ടിവിറ്റിയുടെ ശേഷിക്കുന്ന ജോലികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മത്സരാധിഷ്ഠിത കരാർ നേടിയ അദാനി ഗ്രൂപ്പ് പദ്ധതിയുടെ വികസനത്തിനായി ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് രൂപീകരിച്ചിട്ടുണ്ട്. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വികസനത്തിനും പ്രവർത്തനത്തിനുമായി 2015 ഓഗസ്റ്റ് 17-ന് കേരള സർക്കാരിന്റെ തുറമുഖ വകുപ്പുമായി കൺസെഷൻ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. കൺസെഷൻ കരാർ പ്രകാരം നിയുക്ത തീയതി 2015 ഡിസംബർ 5 പ്രഖ്യാപിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ അതേ ദിവസം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ LDF സർക്കാരിന് ഒരിക്കലും എളുപ്പമായിരുന്നില്ല. 20 മീറ്റർ ആഴത്തിലുള്ള ബ്രേക്ക് വാട്ടർ പോലുള്ള രാജ്യത്തെ പ്രധാന എഞ്ചിനീയറിംഗ് നിർമ്മിതികളിൽ ഇത് തികച്ചും വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. തുടക്കത്തിലും തുടർന്നുള്ള കാലയളവിലും പദ്ധതി നടപ്പാക്കുന്നതിൽ നിരവധി പ്രശ്നങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും നേരിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ എല്ലാ വെല്ലുവിളികളെയും സർക്കാർ പൂർവാധികം ശക്തിയോടെ നേരിട്ട് ഇപ്പോൾ അത് യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. പദ്ധതിയുടെ നിർണായക ഘടകമായ 3000 മീറ്റർ നീളമുള്ള ബ്രേക്ക് വാട്ടറിന്റെ
പുരോഗതി നിർമ്മാണ വസ്തുക്കളുടെ കുറവ് കാരണം ആദ്യം കുറച്ച് പതുക്കെയാണ് പണികൾ പോയിക്കൊണ്ടിരുന്നത്. 2017 ഡിസംബറിൽ അതുവരെ നിർമ്മിച്ച ബ്രേക്ക് വാട്ടറിന് പടിഞ്ഞാറൻ തീരത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തീവ്രമായ ചുഴലിക്കാറ്റുകളിൽ ഒന്നായ ഓക്കി ചുഴലിക്കാറ്റിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. 2018 പ്രളയം, 2018 അസാധാരണമായ ഉയർന്ന തിരമാലകൾ, 2019 വെള്ളപ്പൊക്കം, മഹാ ടൌട്ടെ ചുഴലിക്കാറ്റുകൾ, പ്രാദേശിക പ്രക്ഷോഭം, COVID-19 ആഗോള പ്രതിസന്ധി എന്നിവ ഇതിന് പിന്നാലെയാണ് വന്നുകൊണ്ടിരുന്നത്. ബഹുമുഖ സമീപനത്തിലൂടെയാണ് പാറകളുടെ ദൗർബല്യത്തിന്റെ വെല്ലുവിളി നേരിട്ടത്. കടവിളയിൽ സ്വന്തം ക്വാറി സ്ഥാപിക്കുകയും കുമ്മിളിൽ പാർട്ട്ണർ ക്വാറി വഴിയും തമിഴ്നാട്ടിലെ ക്വാറികൾ ഉൾപ്പെടെയുള്ള മറ്റു സ്രോതസ്സുകളിൽ നിന്നും പദ്ധതിക്ക് ആവശ്യമായ 80 ലക്ഷം ടൺ പാറക്കല്ലുകൾ എന്ന വലിയ ലക്ഷ്യം സർക്കാരിന് കൈവരിക്കാനായി. COVID-19 മഹാമാരിയുടെ വെല്ലുവിളികൾക്കിടയിലും 2020 മുതൽ പദ്ധതി മികച്ച പുരോഗതി നേടിയാണ് ഇപ്പോൾ പ്രവർത്തന സജ്ജമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.